കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഞങ്ങൾ നടത്തിയിട്ടുള്ള അഖണ്ഡ ജപമാലയുടെ യോഗ്യതയാൽ ലക്ഷക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ കർത്താവെ, അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയിരുന്നവരെ കർത്താവ് ഉടമ്പടിയോടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈശോയെ. ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കുടുംബങ്ങളിൽ കിടപ്പായിപ്പോൾ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ രോഗി കിടന്നു പോയതിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ ബൈസ്റ്റാൻഡറായിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ തകർച്ചയും കടങ്ങളും വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്നൊരു എത്തുമ്പോഴില്ല വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഇന്ന് 28 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ്. എന്നിട്ട് 28ാമത്തെ കൊല്ലവും പോലും കർത്താവെ അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെയുള്ളവർ 28ാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ. കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് അസാധ്യമായാലും ഒന്നുമില്ല. ഈ കല്ല് നെബ്രാസാദിൽ ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ദൈവത്തിൻ്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ആശീർവാദത്തെ കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കുവാമീൻ.